ഹലോ ഗൈസ്, അപ്പോൾ തേർഡ് ഡേ ഞങ്ങൾ തിരുപ്പതി ഭഗവാനെ തൊഴുത് നേരെ ശ്രീനിവാസത്തിലെത്തിയപ്പോൾ 4:15 സമയം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. 6 മണിയായപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആയി. അപ്പോൾ ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് കാളഹസ്തിയിലേക്കും പിന്നെ ഹരേ കൃഷ്ണ ഹരേ രാമ ടെമ്പിളിലേക്കുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തൊട്ടടുത്ത് തന്നെ ഒരു ടീ സ്റ്റോൾ ഉണ്ട് ശ്രീനിവാസത്തിനകത്ത് തന്നെ കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഒരു റിക്ഷ ഓട്ടോ വന്നു. അപ്പോൾ അതിൽ 1400 ആണ് കേട്ടോ ചാർജ് ചെയ്തത്. ഞങ്ങൾ ഈ പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി തൊഴിച്ചിട്ട് തിരിച്ച് ഞങ്ങളെ ശ്രീനിവാസത്തിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും 1400 വലിയൊരു ചാർജാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. കാരണം ഞങ്ങൾ തലേ ദിവസം ഗോവിന്ദരാജയിലൊക്കെ 700 വൺ സൈഡ് തന്നെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഓട്ടോയിൽ കയറി ഞങ്ങൾ നേരെ പോയത് കാളഹസ്തിയിലേക്കാണ് കേട്ടോ. അവിടെ ഒരു പാതാള ഗണപതി ഉണ്ട്. എത്ര പേർക്ക് അത് അറിയാമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ പാതാള ഗണപതി ഒരു 20 അടി താഴ്ചയിലാണ് ഈ വിഗ്രഹം. അപ്പോൾ ആദ്യം ഇങ്ങനെ നമ്മൾ പറയാ എഴഞ്ഞിങ്ങനെ ചെന്നിട്ട് പിന്നെ എന്തോ സ്റ്റെപ്പ് ഉണ്ടെന്നാ പറയുക. ഞാനും ഏട്ടനും ശങ്കരനും ഉള്ളിലോട്ട് കയറിയില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒന്നാമത് തന്നെ മൊത്തം ശരീരമൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇത്ര യാത്ര ചെയ്തതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ട്രെയിനിൽ ഞങ്ങൾ ഇത്രയും ദൂരം പോകുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത്ര റിസ്ക് എടുത്തില്ല. കൂടെ ഉണ്ടായിരുന്ന ഒരു 3-4 പേര് കയറി കേട്ടോ. ആദ്യമേ അവർ മടിച്ച് നിന്നുവെങ്കിലും അവർ അത് റിസ്ക് എടുത്ത് കയറി. അങ്ങനെ ഭംഗിയായിട്ട് അവർ തൊഴും. ഞങ്ങൾ പുറത്തു നിന്ന് തൊഴയാട്ടോ ചെയ്തത്. പിന്നെ അവിടെ നിന്നിരുന്ന ഒരു ചേട്ടൻ ഞങ്ങളെ കാലാവസ്ഥയിലകത്ത് എല്ലായിടത്തും ഞങ്ങളെ കൊണ്ടു നടന്ന് പറഞ്ഞു തന്ന് തൊഴുത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കേട്ടോ തൊഴാനായിട്ട്. കാരണം അവിടെ ഒരു പോയിന്റ്സ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ താഴികക്കുടം ഓരോ സ്ഥലങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇവരിങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ് കേട്ടോ നമ്മൾ അറിയുന്നതോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഭംഗിയായിട്ട് അവിടെ തൊഴുതു. അങ്ങനെ ഞങ്ങൾ അവിടെ അദ്ദേഹത്തിന് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഹരേ കൃഷ്ണ ഹരേ രാമ ടെമ്പിളിലാണ് കേട്ടോ ചെന്നത്. അവിടെയും ഭംഗിയായിട്ട് അകത്ത് ഭഗവാന് നിവേദ്യമൊക്കെ സമർപ്പിച്ചു, തൊഴുതു. പിന്നെ അവിടെ പ്രത്യേകം പറയാനായിട്ടുള്ളത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ശ്രീകൃഷ്ണനും രാധയും തോഴിമാരും ഒക്കെ എന്ത് ഭംഗിയാണെന്നറിയാമോ അകത്ത് കയറി കാണാനായിട്ട്. പിന്നെ പുറത്ത് കുറേ അവരുടെ തന്നെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ സെയിൽസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കാം. പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം, മാർബിളിൽ തീർത്ത ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ വളരെ കുറഞ്ഞ റേറ്റിൽ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒന്ന് നോക്കുക കേട്ടോ. ഞങ്ങളുടെ കൂടെ വന്ന് ഒരുപാട് പേര് വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് ഓൾറെഡി വീട്ടിലൊരു വിഗ്രഹം ഉള്ളത് കൊണ്ടിട്ട് പിന്നീട് ആവാമെന്ന് വിചാരിച്ചു. പുതിയൊരു വീട് വെച്ചിട്ട് ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രയും ഭംഗിയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ തോന്നും. ഭയങ്കര വിലയും കുറവാണ്. അതാണ് ഏറ്റവും പ്രത്യേകത. അങ്ങനെ ഞങ്ങൾ അവിടെ അവിടെ പ്രസാദമായിട്ട് നമുക്ക് പൊങ്കലാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് ശ്രീനിവാസത്തിലേക്ക് പോന്നു. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊരു ദിവസം കൊണ്ട് നമ്മുടെ യാത്ര തീരാണ്.